ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. അരുൺകൊലയിൽ നടുങ്ങി കോട്ടയം അയർക്കുന്നം. ഭാര്യയെ കൊന്നു കുഴിച്ചുമൂടിയ പശ്ചിമ ബംഗാൾ സ്വദേശി പിടിയിൽ. മൃതദേഹം കണ്ടെടുത്തത് നിർമ്മാണത്തിലിരുന്ന വീടിന് സമീപത്തു നിന്ന്. നെയ്യാറ്റിൻകരയിൽ ജീവനൊടുക്കിയ വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. കോൺഗ്രസ് നേതാവ് ജോസഫ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതരാരോപണം. PM ശ്രീ പദ്ധതിയെ ചൊല്ലി LDF-ൽ ഭിന്നത. CPIയുടെ എതിർപ്പ് തള്ളി വിദ്യാഭ്യാസ വകുപ്പ്. പദ്ധതി ഒപ്പിടാൻ കേന്ദ്രത്തെ സന്നദ്ധത അറിയിച്ചു. കുട്ടികൾക്ക് കിട്ടുന്ന പണം എന്തിന് വേണ്ടെന്ന് വെക്കണമെന്ന് മന്ത്രി. ഹിജാബ് വിലക്കിന് പിന്നാലെ 2 കുട്ടികൾ കൂടി സെന്റ് റീത്ത സ്കൂൾ വിടുന്നു. 2ലും 3ലും പഠിക്കുന്ന കുട്ടികളുടെ TC അപേക്ഷ നൽകി മാതാപിതാക്കൾ. ഹിജാബ് വിലക്കുന്ന സ്കൂളുകളുടെ കണക്കെടുത്ത് സമസ്ത. വർഗീയത പരത്തുന്ന സ്കൂളുകളെ കണ്ടെത്താൻ ശ്രമമെന്ന വിശദീകരണം. ഓർത്തഡോക്സ് സഭയുടെ സമ്മർദ്ദം തള്ളി കോൺഗ്രസ്. സഭയുടെ തീരുമാനമനുസരിച്ചല്ല കോൺഗ്രസിന്റെ പുനഃസംഘടനയെന്ന് KPCC അധ്യക്ഷൻ. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ. സഭാ നേതൃത്വത്തിന്റെ നിലപാടിനോട് കരുതലോടെ പ്രതികരിക്കാൻ ചാണ്ടിയുമ്മനും അബിൻ വർക്കിയും. ഭക്ഷണം നൽകിയ അലൂമിനിയം ഫോയിൽ കഴുകി വീണ്ടും ഭക്ഷണം നൽകി. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസിൽ. രണ്ട് IRCTC ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് റെയിൽവേ. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങൾ. പണം നൽകാത്തതിനാൽ സീറ്റ് നിഷേധിച്ചുവെന്ന് ആരോപിച്ച് മുതിർന്ന നേതാവ്. സീറ്റിനായി 2.7 കോടി രൂപ ആവശ്യപ്പെട്ടു എന്ന ആരോപണം. ലൈവ് 6ലേക്ക് വിശദമായി. കോട്ടയം അയർക്കുന്നത്ത് സംശയത്തെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളി ഭാര്യയെ കൊന്ന് കുഴിച്ചുമൂടി. പശ്ചിമ ബംഗാൾ സ്വദേശി അൽപ്പനയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിർമ്മാണത്തിലിരുന്ന വീടിന് സമീപത്തു നിന്നും മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു. VV വിനോദ് ഇതിന്റെ വിവരങ്ങൾ നൽകും. വിനോദ്, എങ്ങനെയാണ് ഈ അന്വേഷണം ഈ വീടിനടുത്ത് തന്നെയുള്ള അല്ലെങ്കിൽ പുരയിടത്തിൽ തന്നെ ഈ മൃതദേഹമുണ്ട് എന്നുള്ള തലത്തിലേക്ക് എത്തിയത്? എൽദോ, ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പ്രതി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഈ സംഭവം ഇങ്ങനെയാണ്. കഴിഞ്ഞ 14-ന് തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് സോണി പോലീസിനെ സമീപിക്കുന്നു. 16-ന് പരാതി നൽകുന്നു. ആ സമയത്ത് തന്നെ പോലീസ് പറയുന്നുണ്ട് കൂടുതൽ മൊഴി ആവശ്യമാണെങ്കിൽ പോലീസ് വിളിപ്പിക്കും, എത്തണമെന്ന കാര്യം സോണിയോട് പറയുന്നുണ്ട്. തുടർന്ന് ആ പരിസരത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട തെളിവ് ലഭിച്ചു. സോണിയും ഭാര്യയും 14-ന് രാവിലെ ഒരുമിച്ച് നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു. അത് സോണി ജോലി ചെയ്യുന്ന വീട്ടിലേക്ക്, അവിടെ ആളൊഴിഞ്ഞ വീടാണ്, ആ വീടിൻ്റെ മുറ്റം ലെവൽ ചെയ്യുന്നതിൻ്റെ ജോലിയാണ് സോണിയെ ഏൽപ്പിച്ചിരുന്നത്. സോണി മാത്രമാണ് ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നത്. അവിടേക്ക് അൽപ്പന കൂടി പോവുകയായിരുന്നു. ഇങ്ങനെ സോണി ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ അൽപ്പന കൂടി പോകുന്ന ഒരു രീതിയുണ്ട്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തിരികെ വരുന്നതിൽ സോണി മാത്രമാണ് ഉണ്ടായിരുന്നത്. അൽപ്പനയുടെ അസാന്നിധ്യമാണ് പോലീസിന് ഇതിലൊരു സംശയം ഉണ്ടാക്കിയത്. തുടർന്ന് പോലീസ് ഇയാളെ വീണ്ടും ബന്ധപ്പെടുമ്പോൾ ഇയാൾ പശ്ചിമ ബംഗാളിലേക്കുള്ള യാത്രയിലായിരുന്നു. 2 കുട്ടികളുണ്ട്. ഈ കുട്ടികളെയും കൂട്ടി പശ്ചിമ ബംഗാളിലേക്കുള്ള യാത്രയിലായിരുന്നു. തുടർന്ന് റെയിൽവേ പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് എറണാകുളത്ത് നിന്ന് പിടികൂടുന്നത്. വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിലെ ചുരുളഴിയുന്നത്. ഭാര്യ കൂടുതൽ സമയം ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന ആളാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ ചില ആളുകളുമായി പരിചയത്തിലാകുന്നു. മാത്രമല്ല
ഒരു വ്യക്തിയുമായി കൂടുതൽ അടുത്ത ബന്ധം പുലർത്തിയെന്ന സംശയം ഇയാൾ വെച്ച് പുലർത്തിയിരുന്നു. ഇതിനെ ചൊല്ലി പലപ്പോഴും ഇവർ തമ്മിൽ വഴക്കിടുകയും ചെയ്തിരുന്നു. ഈ സംഭവ ദിവസം ജോലി സ്ഥലത്ത് വെച്ചും ഇതേക്കുറിച്ച് വാക്കുതർക്കമുണ്ടായി. തുടർന്ന് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപ്പെടുത്തിയ ശേഷം ആ നിർമ്മാണം നടക്കുന്ന വീടിന് മുറ്റത്തെ ആ തറ ലെവൽ ചെയ്യുന്ന ഭാഗത്ത് തന്നെ മൃതദേഹം കുഴിച്ചിടുകയും അതിന് മുകളിൽ മണ്ണിടുകയുമായിരുന്നു. എന്നാൽ ഈ മൃതദേഹം തോണ്ടിയെടുക്കാൻ പോലീസ് എത്തുമ്പോൾ അവിടെ നിന്ന് ദുർഗന്ധം വമിക്കുന്ന നിലയിലായിരുന്നു. കാരണം ഒരുപാട് ആഴത്തിലായിരുന്നില്ല ഈ മൃതദേഹം ഉണ്ടായിരുന്നത്. കുറച്ച് മണ്ണ് മാത്രമാണ് മുകളിലിട്ടിരുന്നത്. പിന്നീട് പോലീസ് ഇത് പുറത്തെടുത്തു. മൃതദേഹം അൽപ്പനയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത് സംബന്ധിച്ച ചില വിവരങ്ങൾ, അച്ഛനും അമ്മയും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചൊക്കെ, ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും ഇവരിൽ നിന്ന് ചില സൂചനകൾ പുറത്തു പോകുമോ എന്ന സംശയം പ്രതിക്കുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുട്ടികളുമായി ഇവിടെ നിന്ന് കടന്നു കളയാൻ പ്രതി ശ്രമിച്ചതെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഈ അവിടെ നടത്തിയ പരിശോധനയിൽ എന്തൊക്കെയാണ് ഇനി വിശദമായിട്ട് പരിശോധന നടത്തുക എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടാകുമല്ലോ? മൃതദേഹം ഇപ്പോൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുപോയോ? എന്താണ് അവസ്ഥ, വിനോദ്? കോട്ടയം മെഡിക്കൽ കോളേജിലാണ് മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിന് മുൻപ് ഇവർ തമ്മിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നു. ഇവർ പശ്ചിമബംഗാൾ സ്വദേശികളാണെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെയും ഇവരുടെ ഈ പൗരത്വം സംബന്ധിച്ചുള്ള, ഇവരുടെ ഐഡന്റിറ്റി സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. രണ്ടുപേരും ഏത് സ്ഥലത്ത് നിന്നെത്തി, അവരുടെ കൈവശമുണ്ടായിരുന്ന രേഖകൾ കൃത്യമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണോ സോണി, ഇക്കാര്യവും പോലീസ് പരിശോധിക്കുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദാമ്പത്യത്തിലെ പ്രശ്നം തന്നെയാണ്. ദീർഘനാളായി അവർ പശ്ചിമബംഗാളിൽ നിന്ന് കേരളത്തിലെത്തി താമസിക്കുകയായിരുന്നു. അയർക്കുന്നം കേന്ദ്രീകരിച്ചാണ് താമസിച്ചിരുന്നതും. ആ പരിസരത്തൊക്കെയുള്ള ജോലി സ്ഥലങ്ങളിലെത്തിയാണ് ഇയാൾ ദൈനംദിനമായി ഇങ്ങനെ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ടിരുന്നത്. ഏറ്റവും ഒടുവിലാണ് ഈ വീടിന് മുന്നിലെ തറ നിരപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ജോലി കൊടുത്തത്. മറ്റ് തൊഴിലാളികൾ ആരും തന്നെ ഇല്ല. ഒരാളെ മാത്രം നിർത്തി ഈ ജോലി ചെയ്യിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു വീട്ടുകാർ. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഈ ജോലിക്കാരൻ എന്ന നിലയിൽ ഇയാൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടേക്കാണ് അൽപ്പനയും രാവിലെ എത്തുന്നത്. അത് ഏറ്റവും നിർണായകമായത് ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. 14 രാവിലെ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തുടർന്ന് കൂടുതൽ ദൃശ്യങ്ങൾ, അതിനുശേഷമുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഭർത്താവ് മാത്രമാണ് തിരികെ പോകുന്നത്. ഭാര്യ ഒപ്പമുണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് ഈ കേസിൽ വളരെ വഴിത്തിരിവായത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുമ്പായി മാറിയതും ഇത് തന്നെയാണ്. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് വിളിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് പോലീസ് മനസ്സിലാക്കി ഇയാൾ നാട് വിട്ടിരിക്കുന്നു. അവിടെ നിന്ന് പശ്ചിമബംഗാളിലേക്ക് പോകാനുള്ള യാത്രയിലായിരുന്നു. തുടർന്ന് എറണാകുളത്ത് നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി പ്രതി വിശദീകരിച്ചിട്ടുണ്ട്, മൊഴി നൽകിയിട്ടുണ്ട്. ഭാര്യയിലുണ്ടായിരുന്ന ഒരു സംശയമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന മൊഴിയാണ് പ്രധാനമായി പ്രതി നൽകുന്നത്. അല്ല വിനോദ്, അപ്പോൾ ഈ ഇത്തരത്തിലൊരു എന്താണ് സംഭവം യഥാർത്ഥത്തിൽ? ഈ കൊലപാതകം നടക്കുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ അൽപ്പന എന്ന് പറഞ്ഞ സ്ത്രീയെ കാണാതായി എന്നുള്ള ഒരു പരാതി ഏതെങ്കിലും തരത്തിൽ ചെന്നിരുന്നോ പോലീസിന്? 14-ന് സോണി തന്നെയാണ് പോലീസിനോട് പരാതിപ്പെടുന്നത്. 14-ന് തന്നെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. കാരണം 14-ന് രാവിലെ ഇരുവരും ഈ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് വാക്ക് തർക്കമുണ്ടാകുന്നു. തുടർന്ന് ഇയാൾ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അവിടെ തന്നെ ആ നിർമ്മാണത്തിൽ ഉള്ള സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന കുഴിയിൽ ഈ മൃതദേഹം ഇടുകയും അതിന് മുകളിൽ മണ്ണിട്ട് ആ തറ നിരപ്പാക്കുകയുമായിരുന്നു. ഈ ജോലിക്കാണ് വീട്ടുകാർ ഏൽപ്പിച്ചിരുന്നതും. ആ ജോലി ചെയ്യുമ്പോൾ മൃതദേഹം കൂടി അതിനടിയിലിട്ട് ആ മണ്ണ് നികത്തുകയായിരുന്നു. തുടർന്ന് ഇയാൾ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഭാര്യയെ കാണാനില്ല എന്ന് പറയുന്നു. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ നിലയിലായിരുന്നു. പിന്നീട് പോലീസ് ഇത് സംബന്ധിച്ച് മൊഴി നൽകാൻ 16-ന് എത്തണമെന്ന് നിർദ്ദേശം നൽകി. ആ സമയത്ത് തന്നെ പോലീസ് CCTV ദൃശ്യങ്ങൾ, ആ പരിസരത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇരുവരും ഒരുമിച്ച് പോകുന്നത് കണ്ടു. ഈ ജോലി സ്ഥലത്തേക്ക് 14-ന് രാവിലെ ഈ കൊല നടക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മുൻപാണ് ഇവർ രണ്ടുപേരും റോഡിലൂടെ നടന്നു പോകുന്ന ആ നിർണായകമായ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. തുടർന്ന് പോലീസ് അതിനുശേഷമുള്ള ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചു. ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തിരികെ വരുന്നത് സോണി മാത്രമാണ്. അൽപ്പന ഒപ്പമുണ്ടായിരുന്നില്ല. അവിടെ മുതലാണ് പോലീസിന് ഈ സംശയം തോന്നുന്നത്. എവിടേക്ക് അൽപ്പന പോയി, ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിനൊരു സംശയമായി വരുന്നത്. 16-ന് ഇയാളോട് മൊഴി നൽകാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ വിളിക്കുമ്പോൾ ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഇയാളെ ട്രേസ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. തുടർന്നാണ് ട്രെയിൻ യാത്രയിലാണ് എന്ന കാര്യം മനസ്സിലാക്കിയത്. അങ്ങനെ റെയിൽവേ പോലീസിനെ ബന്ധപ്പെടുകയും റെയിൽവേ പോലീസിൻ്റെ സഹായത്തോടുകൂടി പിടികൂടുകയുമായിരുന്നു. 2 കുട്ടികളും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവരുടെ തന്നെ കുഞ്ഞുങ്ങളാണ്. ഇവരുമായി പശ്ചിമ ബംഗാളിലേക്ക് കടക്കാനുള്ള നീക്കത്തിലായിരുന്നു പ്രതി. എൽദോ.
ശരി, എന്നാണെങ്കിലും ഞെട്ടിക്കുന്ന കൊലപാതകമാണ്. ഭാര്യയെ കൊന്ന് കുഴിച്ചുമൂടി, അതും നിർമ്മാണത്തിലിരുന്ന ഒരു വീടിൻ്റെ അവിടെ തറയിൽ കുഴിച്ചുമൂടുന്ന സാഹചര്യം. ഏറെക്കുറെ ചില സിനിമകളിലൊക്കെ കണ്ട രീതിയിൽ തന്നെയാണ് പ്രതി നീങ്ങിയത്. പക്ഷേ CCTV ദൃശ്യം അത് നിർണായകമായി. രാവിലെ എത്തിയ സോണിക്കൊപ്പം തിരികെ പോകുമ്പോൾ ഭാര്യ ഉണ്ടായിരുന്നില്ല. അതാണ് പോലീസിന് ആദ്യം ലഭിക്കുന്ന തുമ്പ് എന്നാണ് വിനോദ് വിവരങ്ങൾ നൽകിയത്. PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. പദ്ധതിയിൽ ഒപ്പിടാൻ സന്നദ്ധത സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചു. CPIയുടെ എതിർപ്പ് തള്ളിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ നിന്നും പിന്മാറില്ലെന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കും പദ്ധതി നടപ്പിലാക്കുകയെന്നും മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. CPIക്കാർ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം, പ്രശ്നമില്ല. നമ്മുടെ സ്കൂൾ കുട്ടികളെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം നമ്മളായിട്ട് കളയണ്ട. പത്രക്കാരും കൂടെ സജീവമായി നിൽക്കുക കുട്ടികളുടെ ഈ ആനുകൂല്യം വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടി. സെക്രട്ടറി പറഞ്ഞതും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുവെന്ന് നിങ്ങൾ പറഞ്ഞതും ഞാൻ കേട്ട വിഷയമല്ല. എൻ്റെ അറിവും എൻ്റെ ബോധ്യവും ഉള്ളത് ഈ ഗവൺമെൻറ്റിൽ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ക്യാബിനറ്റിലെ കാര്യം ആവശ്യമെങ്കിൽ ആലോചിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ PM ശ്രീ. കാരണം രാഷ്ട്രീയമായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. മന്ത്രിസഭാ യോഗത്തിൽ വളരെ ഗൗരവമായി ചർച്ച നടത്താതെ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകരുതെന്നാണ് CPIയുടെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും അഭിപ്രായം, അല്ലേ? അങ്ങനെ ഞാൻ പറയാത്തൊരു കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? CPIയുടെ അഭിപ്രായം CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ്. എൻ്റെ അഭിപ്രായം ഒരു ക്യാബിനറ്റിനകത്ത് കൂട്ടുത്തരവാദിത്തമുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ ക്യാബിനറ്റിന് നിർദ്ദേശം ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല. ക്യാബിനറ്റ് ഞങ്ങൾ കൂട്ടായി ആലോചിക്കേണ്ട കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല. നിലവിലുള്ള അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ അഭിപ്രായമായി അത് മുന്നോട്ട് പോവുകയാണ്. ചർച്ച ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്താണ് പറയുക. അല്ലാതെ ചർച്ച ഓപ്പൺ ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ആ കാര്യത്തിൽ വളരെ കൃത്യമായ അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, ഈ ഗവൺമെൻറ്റിനും ഉണ്ട്. അങ്ങനെ NEP 2020 കൂട്ടിക്കെട്ടാൻ പറ്റുന്നതല്ല നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള നമ്മുടെ വിയോജിപ്പുകൾ ഉണ്ടാകുന്നത്. അത് ഇതുവരെ ആ വിധത്തിൽ അനുകൂലമായൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചർച്ച നടത്തണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതേസമയം PM ശ്രീയിലെ CPIയുമായുള്ള എതിർപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി ഒഴിഞ്ഞുമാറുകയും ചെയ്തു. CPIയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് മന്ത്രി പറയുന്നു. കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യം നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യമില്ല എന്നുമാണ് ശിവൻകുട്ടി പറഞ്ഞത്. TG സജിത്ത് വിവരങ്ങൾ നൽകും. സജിത്ത്, എന്താണ് പ്രധാനമായും CPI ഈ പദ്ധതിയെ അതിനോട് യോജിക്കാത്ത സാഹചര്യം? മന്ത്രി പറഞ്ഞ പോലെ കുട്ടികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം എന്തിന് തടയണം? എന്തോ വ്യക്തമാണ് മന്ത്രിയുടെയും ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും നിലപാട്. ഇതിൽ CPIയുടെ ഭിന്നത നിലനിർത്തി തന്നെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇടതുമുന്നണിയിൽ ഇതൊരു തർക്ക വിഷയമാണ് നിലവിൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നിലപാട്. എന്തായാലും മുമ്പ് മുന്നണി ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ CPI അവരുടെ ഭിന്ന നിലപാട് ശക്തമായി ഉന്നയിച്ചതാണ്. CPM-നും അന്നും അതേ നിലപാടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്നതാണ് സർക്കാരിൻ്റെ വിശദീകരണം. ഇക്കാര്യത്തിൽ CPIക്ക് വ്യത്യസ്ത നിലപാടുണ്ട് എന്ന കാര്യം തന്നെ വിദ്യാഭ്യാസ മന്ത്രി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. CPI ഞങ്ങൾ കാര്യങ്ങൾ ബോധിപ്പിച്ചോളാം എന്നാണ് ഇക്കാര്യത്തിൽ V ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നതാണ് ഇക്കാര്യത്തിൽ സർക്കാർ നൽകുന്ന വിശദീകരണം. കാരണം സർവശിക്ഷാ അഭിയാൻ അടക്കമുള്ള കേന്ദ്ര സർക്കാരുമായി യോജിച്ച് മുന്നോട്ട് പോകുന്ന പല പദ്ധതികളിലും 1500 കോടിയിലധികം രൂപ പെൻഡിംഗ് ആണ് നിലവിൽ. ഇത് കേന്ദ്ര വിഹിതം കിട്ടണമെങ്കിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. ഇതിന് പുറമെ തന്നെ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാവുകയാണെങ്കിൽ സംസ്ഥാനത്ത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പല സ്കൂളുകൾക്കും വലിയ നേട്ടങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും പണം അനുവദിക്കപ്പെടും. ഈ ഒരു സാഹചര്യത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നതാണ് സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം. പക്ഷേ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് AASF പോലെയുള്ള സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന CPIയുടെ യുവജന വലിയ പ്രതിഷേധം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുന്നണിക്കകത്തെ തർക്കവിഷയമായി ഇത് നിലനിർത്തുക തന്നെ ചെയ്യുകയാണ്. പക്ഷേ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് സർക്കാരിൻ്റെ വിശദീകരണം. വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. ഈ സഹിതപ്പോൾ PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ള പദ്ധതിയിൽ ഇതിനോട് താല്പര്യം പ്രകടിപ്പിച്ച് സംസ്ഥാന സർക്കാർ വരുമ്പോൾ ഇപ്പോൾ CPIയും അല്ലെങ്കിൽ AISFും ഒക്കെ ആശങ്കപ്പെടുന്നത് പോലെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അധികാരത്തിൽ വലിയ മാറ്റം അവിടെ കൊണ്ടുപോയി പണയം വെക്കുന്ന സാഹചര്യം, ഇങ്ങനെയൊക്കെയാണല്ലോ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അത്തരമൊരു സാഹചര്യം എന്തെങ്കിലും
അക്ഷരാർത്ഥത്തിലുണ്ടോ? ഇതിൽ സർക്കാർ നേരത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷം നേരത്തെ ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവരെടുത്തിരുന്ന നിലപാട് ഇങ്ങനെയാണ്: സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടകൾ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നീക്കമാണ് ഈ PM ശ്രീ പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നിന്നു കൊടുക്കേണ്ടതില്ല എന്നതായിരുന്നു അവരുടെ തീരുമാനം. പ്രത്യേകിച്ച് ഈ PM ശ്രീ എന്ന തരത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന സ്കൂളുകൾ തന്നെ ഉണ്ടാവും. അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ പാഠപുസ്തകങ്ങളിലൂടെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയങ്ങളിലൂടെയോ പ്രകടമാവുന്ന സാഹചര്യവും ഉണ്ടാവും. അതിൽ നിന്ന് കൊടുക്കേണ്ടതില്ല എന്നതായിരുന്നു തീരുമാനം. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് അത്തരം അജണ്ടകളൊന്നും നടപ്പിലാവില്ല എന്ന ഉറപ്പ് സർക്കാരിനുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അത്തരം രാഷ്ട്രീയ അജണ്ടകൾ എന്തെങ്കിലും നടപ്പിലായാൽ പോലും അത് കേരളത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് അത് ബാധകമാവില്ല എന്നതാണ് സർക്കാർ നൽകുന്ന ഉറപ്പ്. പക്ഷേ ഇതിൻ്റെ മുന്നോട്ട് പോക്ക് ആശങ്കയിൽ തന്നെയാണ്. നിലവിൽ ഫണ്ട് തടഞ്ഞിരിക്കുന്നു. ആ ഫണ്ട് ലഭ്യമാവണം എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ പദ്ധതിയെ അനുകൂലിക്കുന്നത്. ശരി സജിത്ത്, എന്നാലും അവിടെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് ഇടതുമുന്നണിയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. PM ശ്രീ പദ്ധതിയെപ്പറ്റി TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. പാരീസിലെ പ്രശസ്തമായ ലൂവർ മ്യൂസിയത്തിൽ നിന്ന് 9 ആഭരണങ്ങൾ കവർന്നു. മുഖംമൂടി ധരിച്ച 3 പേർ മ്യൂസിയത്തിൽ അതിക്രമിച്ച് കയറി കവർച്ചയ്ക്ക് ശേഷം ഒരു സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് അധികൃതർ ഇപ്പോൾ മ്യൂസിയം അടച്ചിട്ടിരിക്കുകയാണ്. മനു ഭാരത് വിവരങ്ങൾ നൽകും. മനു, വളരെ പ്രശസ്തമായിട്ടുള്ള ലൂവർ മ്യൂസിയം, മൊണാലിസയുടെ ചിത്രം ഉൾപ്പെടെയുള്ള മ്യൂസിയം, അവിടെ ഇത്തരത്തിലൊരു മോഷണം നടക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ആസൂത്രിതമാണ്, പ്ലാൻഡ് ആണ്, അതിൽ തർക്കമില്ല. പക്ഷേ ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച അതെങ്ങനെ സംഭവിക്കും? ഫ്രാൻസിലെ ഏറ്റവും പ്രസിദ്ധമായ മ്യൂസിയത്തിലാണ് ഇപ്പോൾ ഈ കവർച്ച നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ലൗറ ദെ മ്യൂസിയ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 73,000 സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള, നമ്മുടെ ഒരു 10 ഫുട്ബോൾ ഗ്രൗണ്ടുകൾക്ക് തുല്യമായ വലിപ്പമുള്ള ഒരു വലിയ മ്യൂസിയമാണ്. 1546-ലാണ് ഇത്തരം ഒരു ഫ്രഞ്ച് രാജകുടുംബത്തിൻ്റെ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. അതാണ് പിന്നീട് മ്യൂസിയം ആയി മാറുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം അത് 1773-ൽ ആണ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെയുള്ള ക്രൗൺ ജുവൽസ് എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്നത്, അതായത് രാജാക്കന്മാർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾ, രാജാവോ രാജ്ഞിയോ ഒക്കെ ഉപയോഗിക്കുന്ന 9 സുപ്രധാനമായ ആഭരണങ്ങൾ ആണ് ഇവിടെ നിന്ന് നഷ്ടമായിട്ടുള്ളത്. ഇവർ വന്ന മോഷ്ടാക്കൾ വന്നത് 3 പേരാണ്. മാസ്ക് ചെയ്ത മുഖമൂടികളെ വന്നാണ്. അപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കോണി ഉപയോഗിച്ചാണ് ഇവർ അതിന് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. അതിന് നമ്മൾ ഒരു ബാസ്ക്കറ്റ് ലിഫ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു കോണിയാണ്. അതിലൊരു ബാസ്ക്കറ്റ് ഉണ്ട്. അത് അവിടെ നിന്ന് മേലേക്ക് ഇങ്ങനെ പൊക്കാൻ കഴിയുന്ന, വാഹനത്തിൽ നിന്ന് പൊക്കാൻ കഴിയുന്ന ഒരു ബാസ്ക്കറ്റ് ലിഫ്റ്റ് ഉപയോഗിച്ചാണ് ഈ മോഷ്ടാക്കൾ ഇതിനകത്തേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചില അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ കള്ളന്മാർക്ക് അങ്ങോട്ട് കയറാൻ കഴിഞ്ഞത്. ഏതായാലും ഫ്രഞ്ച് പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് മോഷ്ടാക്കളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരു ആഭരണം പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അത് യുജിൻ രാജ്ഞി ഉപയോഗിച്ചിരുന്ന ഒരു ആഭരണം മോഷ്ടാക്കൾ കൊണ്ടുപോകുന്നതിനിടയിൽ അവരുടെ കയ്യിൽ നിന്ന് വീണുപോയതായിരിക്കാം. അതിന് വലിയ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും ഒരു ആഭരണം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. 9 ആഭരണങ്ങളാണ് ഈ തരത്തിൽ മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത്. റൈറ്റ്, ഈ മോഷ്ടാക്കളെ പറ്റിയുള്ള യാതൊരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടുമില്ല അല്ലേ? ഇതുവരെ ഈ മോഷ്ടാക്കൾ വന്നു, അവർ ആദ്യം മോഷണത്തിന് ശേഷം ഒരു ബൈക്കിൽ കയറി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അവിടുത്തെ സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇത് എങ്ങനെ ഇവർക്ക് ഇതിനകത്തേക്ക് കടന്നു കയറാൻ കഴിഞ്ഞു, പിന്നെ ഒരു മോട്ടോർ സൈക്കിളിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു അന്വേഷണം അവർ നടത്തുന്നുണ്ട്. സ്വാഭാവികമായും ഇതിനെപ്പറ്റി ഇവിടുന്ന് നഷ്ടമായ ഈ ആഭരണങ്ങളെന്ന് പറയുന്നത് വിലമതിക്കാനാകാത്ത ആഭരണങ്ങളാണ്. മാത്രമല്ല ഈ മ്യൂസിയത്തിൽ നിന്ന് പലപ്പോഴും ചില തരത്തിലുള്ള മോഷണങ്ങളൊക്കെ പോയിട്ട്, നമുക്കറിയാം മോണോലിസ, പ്രശസ്തമായ മോണോലിസ എന്ന പെയിൻറ്റിംഗ് ഉള്ളൊരു മ്യൂസിയമാണ്. ഈ മോണോലിസയുടെ പെയിൻറ്റിംഗ് തന്നെ അവിടെ നിന്ന് 1911 അവിടെ നിന്ന് മോഷണം പോവുകയും പിന്നെ 2 വർഷം കഴിഞ്ഞ് ഫ്ലോറൻസിൽ നിന്ന് കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലമതിക്കാനാകാത്ത തരത്തിലുള്ള സമ്പാദ്യമുള്ളൊരിടം, അവിടെ നിന്ന് ഈ മോഷ്ടാക്കൾ ഇത് കൊണ്ടുപോയിട്ട് ഇത് അങ്ങനെ എളുപ്പത്തിൽ എവിടെയും കൊണ്ടുപോയി വിൽക്കാൻ കഴിയില്ല എന്നൊരു പ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് പിടിയിലാകും എന്നൊരു വിശ്വാസം ഇപ്പോൾ ഫ്രഞ്ച് സർക്കാർ പ്രകടിപ്പിക്കുന്നുണ്ട്.
റൈറ്റ്. എന്നാണെങ്കിലും ലൂവ്ർ മ്യൂസിയം വളരെ പ്രശസ്തമാണ്. ആ മ്യൂസിയത്തിലാണ് ഇത്തരത്തിൽ മോഷണം, വളരെ പ്രധാനപ്പെട്ട പുരാവസ്തു ശേഖരം ഉൾപ്പെടെ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ ഉൾപ്പെടെയുള്ള ഒരു മ്യൂസിയത്തിൽ മോഷണം നടന്നു എന്നുള്ളത് രാജ്യാന്തര തലത്തിൽ പോലും ഞെട്ടിപ്പിച്ച ഒരു വാർത്തയായി മാറി. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. ഹിജാബ് വിവാദം തുടരുന്നതിനിടെ എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ 2 കുട്ടികൾ കൂടി അവിടെ നിന്നുള്ള പഠനം നിർത്തുകയാണ്. 2ലും 3ലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് TCക്ക് വേണ്ടി അപേക്ഷ നൽകിയത്. തോപ്പുംപടിയിലെ അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിലാണ് കുട്ടികളെ ചേർക്കുക. ഡാനി പോൾ നൽകും കൂടുതൽ വിവരങ്ങൾ. പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളുമായി ബന്ധപ്പെട്ട ഉയർന്ന ഹിജാബ് വിവാദത്തിലെ ഏറ്റവും പുതിയ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 2 കുട്ടികളുടെയും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാതാപിതാക്കൾ നൽകിയ അപേക്ഷയാണ്. അതിൽ പ്രധാനമായിട്ടും ഇവർ പറയുന്നത് തങ്ങൾ ഈ ഹിജാബ് എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അപേക്ഷയല്ല തങ്ങൾ നൽകുന്നത്, അതുകൊണ്ടല്ല സ്കൂൾ വിടാനായിട്ട് തീരുമാനിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം ഈ വിഷയത്തിൽ സ്കൂൾ അധികൃതർ നടത്തിയ പരാമർശങ്ങളാണ്. പ്രത്യേകിച്ച് പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ PTA പ്രസിഡന്റ് നടത്തിയ പരാമർശങ്ങൾ തങ്ങളെ അതീവമായി വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊരു നിലപാട് പുലർത്തുന്ന സ്കൂൾ അധികൃതരുടെ ആ വിദ്യാലയത്തിൽ പഠിക്കുന്നത് നല്ലതല്ല എന്നൊരു തീരുമാനത്തിലാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ടാണ് സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അതിൽ ഇപ്പോൾ തന്നെ അവർ അപേക്ഷ നൽകിയിരിക്കുന്നത് തോപ്പുംപടി അവർ ലേഡീസ് കോൺവെൻറ്റ് സ്കൂളാണ്, മറ്റൊരു കോൺവെൻറ്റ് സ്കൂളിലേക്കാണ് മാറ്റുന്നത്. അതുകൊണ്ട് തങ്ങളുടെ ഈ വിഷയത്തിൽ അങ്ങനെ തങ്ങൾ മറിച്ചൊരു നിലപാടുണ്ടായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും മാനേജ്മെൻറ്റ് കീഴിലേക്ക് മാറ്റുമായിരുന്നു. പക്ഷേ അതല്ല, തങ്ങൾ ഈ വിഷയത്തിൽ ഇവരെടുത്ത നിലപാടുകൾ വേദനിപ്പിച്ചുവെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. അതുകൊണ്ട് TCക്കുള്ള അപേക്ഷ തങ്ങൾ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവർ പരിഗണിക്കുമെന്നാണ് ഇവരുടെ ഒരു നിലപാട്. ഒരു കുട്ടി ഹിജാബ് ഇട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഭയം ഉളവാക്കുന്നു എന്നുള്ള രീതിയിലത്തെ പരാമർശങ്ങളാണ് അവർ അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അത് നമുക്ക് ശരിക്കും ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമുദായികപരമായിട്ടാണെങ്കിലും അതുപോലെ മറ്റുള്ള മതക്കാരോടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പെരുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അതായത് എൻ്റെ കുട്ടികളെ ഇപ്പം അതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹിജാബല്ല എൻ്റെ പ്രശ്നം. അതായത് അവിടെ നടത്തിയ ചില പരാമർശങ്ങളാണ്. അവർ പരാമർശം നടത്തിയത് തട്ടത്തിൻ്റെ പേരിലാണെന്നുള്ളതാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു പ്രശ്നം ഉന്നയിച്ച ആളുടെ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതിന് പകരം ആ ഉന്നയിച്ച ആളിനെയാണ് നമ്മൾ പറയേണ്ടത്. അതായത് ഇവിടെ അത് ഉന്നയിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പളും PTA പ്രസിഡന്റുമാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് സ്കൂൾ മാനേജ്മെൻറ്റ് ഇതുവരെയും ഇവരുടെ ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൻ്റെ അപേക്ഷ സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ളൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. മറ്റാരുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും നിർബന്ധമോ ഭീഷണിയോ ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെയൊരു അപേക്ഷ നൽകുന്നതിന് പിന്നിലില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആരോടും ഇത് സംബന്ധിച്ച് അന്വേഷിച്ചില്ല, ഇത് ഞങ്ങളുടെ തന്നെ ഒരു തീരുമാനമാണ് എന്നത് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ. ഏതായാലും ഈ വിഷയത്തിൽ അവർ എടുത്ത നിലപാട് 2 കുട്ടികളെയും തന്നെ അവരുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന LP വിഭാഗത്തിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളെയും ഇവിടെ നിന്ന് മാറ്റാനാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. കൂടുതൽ നേരത്തെയും ഇത്തരം ചില വാർത്തകളുണ്ടായിരുന്നു. കൂടുതലായും ചില കുട്ടികളെ മാറ്റാനായിട്ട് രക്ഷിതാക്കൾ തീരുമാനമെടുക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഈ 2 കുട്ടികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ മാതാപിതാക്കൾ ഇത്തരം ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹിജാബ് വിവാദത്തിൽപ്പെട്ട കുട്ടിയുടെ പിതാവ് കുട്ടിയുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TCക്ക് അപേക്ഷ നൽകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് തൽക്കാലം നീട്ടിവെച്ചിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഹൈക്കോടതി ഈ വിഷയത്തിൽ ഈ വെള്ളിയാഴ്ച കേസ് പരിഗണിക്കുന്നുണ്ട്. അത് സർക്കാർ ഇറക്കിയ സർക്കുലർ, ഈ സർക്കുലറിനെ ചോദ്യം ചെയ്തുകൊണ്ട് സ്കൂൾ മാനേജ്മെൻറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ അടിയന്തരമായി സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തിട്ടില്ല. പകരം ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇതിനുള്ളൊരു വിശദീകരണം, ഈ സർക്കുലർ ഇറക്കാനിടയാക്കിയ സാഹചര്യം, അതിലൊരു തുടർ നടപടികളും മറ്റെന്തെങ്കിലും നടപടികളുണ്ടോ, അതിലൊരു വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മറുപടി വരുന്നത് വരെയും വെള്ളിയാഴ്ചയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് മറുപടി, ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും TC വാങ്ങുക എന്നതാണ് കുട്ടിയുടെ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അനുകൂലമാകണോ പ്രതികൂലമാണോ എന്നതുവരെ കാത്തിരിക്കാനാണ് അവർ അതിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. റൈറ്റ്. ഡാനി പോൾ ആണ് വിവരങ്ങൾ നൽകിയത്. ഹിജാബ് വിലക്കുന്ന സ്കൂളുകളുടെ കണക്കെടുത്ത് സമസ്തയുടെ കീഴിലുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ വർഗീയത പരത്തുന്ന സ്കൂളുകളെ കണ്ടെത്താനാണ് ശ്രമം എന്നാണ് വിശദീകരണം. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതി നിഷേധിക്കുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്നും സംഘടന വിശദീകരിക്കുന്നു. ഗൂഗിൾ ഫോം വഴിയുള്ള വിവരശേഖരണത്തിന് കണക്ക് പരസ്യപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപനം.
ഹിജാബ് വിഷയത്തിൽ പുതിയ ഒരു നീക്കവുമായിട്ടാണ് മുസ്ലിം സാമുദായിക സംഘടനകളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ നേതാക്കളുടെ നീക്കങ്ങൾ. SKSS നേതാവായ സത്താർ പന്തലൂരിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ പുതിയ നീക്കങ്ങളുടെ അടിസ്ഥാനം. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതിയില്ലാത്ത സ്ഥാപനങ്ങളുടെ കണക്ക് ശേഖരിക്കുന്നു എന്നൊരു FB പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. മാത്രമല്ല ആ പോസ്റ്റിൽ തന്നെ ഒരു ഗൂഗിൾ ഫോമിൽ ഏത് സ്ഥാപനമാണ് എവിടെയാണ് എന്നുള്ള വിശദാംശങ്ങൾ നൽകാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. അത്തരത്തിൽ ഈ ഒരു മുസ്ലിം വേഷം ധരിക്കാൻ അനുവദിക്കാത്ത സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കുവാനും അവരെ പരസ്യപ്പെടുത്തുവാനുമാണ് ഒരു നീക്കമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വലിയ തോതിൽ തന്നെ ഇത് ചർച്ചയാവുകയും ഇത് മറ്റൊരു വർഗീയ വേർതിരിവിനുള്ള നീക്കമായിട്ട് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ച് സത്താർ പന്തലൂർ തന്നെ പറയുന്നത് അത്തരത്തിലൊരു പരസ്യപ്പെടുത്തി ഒരു വിഷയം കൂടുതൽ വഷളാക്കാനുള്ള ശ്രമമല്ല, മറിച്ച് ഈ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് ബോധ്യപ്പെട്ട് അവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സർവേ എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ഉണ്ടായത്. പ്രശ്നങ്ങളുള്ള സ്ഥാപനങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുകയും നല്ല രീതിയിൽ ആ വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തണം. നമുക്കറിയാം, ധാരാളം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിൽ ധാരാളം മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അനുമതിയുണ്ട്. ആ മതസ്വാതന്ത്ര്യത്തോടുകൂടി അവർ പഠിക്കുന്നുണ്ട്. നല്ല മക്കളായിട്ട് പഠിച്ചു വരുന്നുണ്ട്. അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ നാടിന് ഒട്ടും ആശ്വാസകരമല്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം സ്ഥാപനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുകയും ആ സ്ഥാപനങ്ങളുമായിട്ട് നല്ല നിലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്താനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു സംഘടനയുടെ ലേബൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു പല ആളുകൾക്കും സഹകരിക്കാൻ പ്രയാസമുണ്ടാവും. എല്ലാ സംഘടനകളുടെയും ലീഡേഴ്സ് എന്നെ വിളിച്ചിരുന്നു, അവർ സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിന്റെ ലിസ്റ്റ് ഒക്കെ തയ്യാറായി കഴിയുന്ന മുറക്ക് നല്ല രീതിയിൽ അത്തരം കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. എന്നാൽ ഇതിന് വലിയ തോതിൽ തന്നെ വിമർശനവും ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു സ്ഥാപനങ്ങളുടെ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തുന്നത് ഈ ഒരു സാമുദായിക സൗഹാർദ്ദം അത് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം തീർക്കുമെന്ന വിമർശനമാണ് ഉയരുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഒന്ന് അടങ്ങിയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല സമസ്ത നേരിട്ടല്ലെങ്കിൽ പോലും മറ്റു സാമുദായിക സംഘടനകളും ഇതിൻ്റെ ചുവട് പിടിച്ചു വരികയാണെങ്കിൽ മറുവശത്ത് ക്രൈസ്തവ അല്ലെങ്കിൽ മറ്റു മത സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടുള്ള സംഘടനകളും ഇതേ നീക്കവുമായി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം കൂടുതൽ വഷളാക്കുന്ന തരത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ എത്തിച്ചേരുമെന്നൊരു വിലയിരുത്തലും ഇതിൻ്റെ ഭാഗമായിട്ട് ഉയരുന്നുണ്ട്. എന്നാൽ സമസ്തയടക്കമുള്ള സംഘടനകൾ നേരിട്ട് ഇതിൽ ഇടപെടുന്നില്ല എന്നൊരു വിശദീകരണമാണ് അവർ നൽകുന്നതെങ്കിൽ പോലും സമസ്തയുടെ ഭാഗമായിട്ടുള്ള പോഷക സംഘടനകളുടെ നേതാക്കളാണ് ഇത്തരം നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇത് നിലവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് അവർ വിശദീകരിക്കുമ്പോഴും എന്തായിരിക്കും ഇതിൻ്റെ അടുത്തൊരു ഘട്ടം ഉണ്ടാവുക, എങ്ങനെയായിരിക്കും ഇത് ഫലത്തിൽ വരിക എന്നതാണ് കണ്ടറിയേണ്ടത്. നിലവിൽ എല്ലാം പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കങ്ങളെന്ന് നേതാക്കൾ പറയുമ്പോഴും ഉയരുന്ന ആശങ്ക ഇത് സാഹചര്യങ്ങൾ മോശമാക്കുമോ എന്നുള്ളതാണ്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ശിരോവസ്ത്ര വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് ആത്മാർത്ഥതയില്ലാത്തതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഫിക്കർ. മന്ത്രി പറയുന്നതനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. ഇത് കാരണം കുട്ടിക്ക് പഠനം നിർത്തേണ്ടി വന്നുവെന്നും ദുൽഫിക്കർ പറഞ്ഞു. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം.
എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. ലൈവ് 6ലേക്ക് വീണ്ടും. ശബരിമല സ്വർണ്ണമോഷണത്തിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും രേഖകളും പിടിച്ചെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം കരേറ്റിലെ വീട്ടിലെ പരിശോധന 8 മണിക്കൂർ നീണ്ടു. മോഷണത്തിന് ഗൂഢാലോചന നടന്ന ബംഗളൂരുവിലടക്കം പ്രത്യേക അന്വേഷണ സംഘം വൈകാതെ തെളിവെടുപ്പ് നടത്തും. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരായിട്ടുള്ള മുരാരി ബാബു, സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യും. 2 ദിവസത്തെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാറമൂടിനടുത്തുള്ള വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകൾ നീണ്ട പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയത്. ഏതാണ്ട് 8 മണിക്കൂർ നീണ്ട ഈ പരിശോധനയ്ക്കിടയിൽ വിവിധ ഇടപാടുകളുടെ ഡിജിറ്റൽ രേഖകളും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും അതോടൊപ്പം സ്വർണവും ഉൾപ്പെടെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു പരിശോധന ഈ വീട്ടിൽ നടക്കാൻ സാധ്യത ഉണ്ട് എന്ന നേരത്തെയുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പല നിർണായക വിവരങ്ങളും നശിപ്പിക്കുകയോ അതല്ലെങ്കിൽ അവിടുന്ന് മാറ്റുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി പ്രത്യേക സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത്, ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് അപഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിലാണ് എന്ന മൊഴി നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബംഗളൂരുവിലേക്ക് വൈകാതെ തന്നെ തെളിവെടുപ്പിനായി പ്രത്യേക അന്വേഷണ സംഘം പോകും എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നിലവിൽ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ നിലവിലെ ജീവനക്കാരായ 2 പേർ, മുരാരി ബാബു അതോടൊപ്പം എ സുനിൽകുമാർ, ഈ 2 പേരെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. എന്തായാലും 14 ദിവസമാണ് പോറ്റിയെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതിനു മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദ്യം ചെയ്യലിലൂടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ട്, മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. നെയ്യാറ്റിൻകരയിൽ ജീവനൊടുക്കിയ വീട്ടമ്മയുടെ ആത്മഹത്യക്കുറിപ്പ് പുറത്ത് വായ്പ നൽകണമെങ്കിൽ തനിക്ക് വഴങ്ങണമെന്ന് പറഞ്ഞെന്നും രേഖകളുമായി വായ്പയ്ക്ക് ചെന്നപ്പോൾ കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്ക്ലിൻ കടന്നുപിടിച്ചെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. മരണശേഷം കത്ത് ജോസിനെ കാണിച്ച് കടമിട്ടാനുള്ള 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തണമെന്നും മകൻ എഴുതിയ കത്തിൽ അവർ വ്യക്തമാക്കുന്നു. നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ ജോസ് ഫ്രാങ്ക്ലിന് കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് കേസിനാസ്പദമായ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവരുന്നത്. കടുത്ത സാമ്പത്തിക ബാധ്യത നേരിട്ടിരുന്ന വീട്ടമ്മയെ വായ്പ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഫ്രാങ്ക്ലിൻ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചതെന്ന് കത്തിൽ പറയുന്നു. തുടർന്ന് യുവതിയെ കടന്നുപിടിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും ആരോപണ വിധേയന്റെ സ്വകാര്യ ഭാഗത്ത് കൈ പിടിച്ചു വച്ചെന്നും കത്തിലുണ്ട്. വായ്പ നൽകണമെങ്കിൽ തനിക്ക് വഴങ്ങണമെന്നതായിരുന്നു ആവശ്യം. വിളിക്കുമ്പോഴെല്ലാം ചെല്ലണമെന്നും ആഴ്ചയിലൊരിക്കൽ എവിടെയെങ്കിലും വെച്ച് കാണണമെന്നും ഫ്രാങ്ക്ലിൻ ആവശ്യപ്പെട്ടതായും കത്തിൽ പറയുന്നു. എന്നാൽ ലോണിന്റെ കാര്യമായതുകൊണ്ട് തനിക്കൊന്നും മറുത്തു പറയാനായില്ലെന്നാണ് വെളിപ്പെടുത്തൽ. ഇങ്ങനെ വൃത്തികെട്ട് ജീവിക്കാനാകില്ലെന്ന് കത്തിൽ എഴുതി വെച്ചാണ് യുവതി ജീവനൊടുക്കിയത്. ഒപ്പം മരണശേഷം കത്ത് ജോസിനെ കാണിച്ച് കടം വീട്ടാനുള്ള 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തണമെന്നും മകൻ എഴുതിയ കത്തിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. കടം വീട്ടാനുള്ളവരുടെ പണത്തിന്റെ കണക്കും എഴുതി വെച്ചാണ് വീട്ടമ്മ ആത്മഹത്യാക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ DCC നേതാവും നെയ്യാറ്റിൻകര കൗൺസിലറുമായ ജോസ് ഫ്രാങ്ക്ലിനെതിരെ പുറത്തുവന്ന കത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് CPM-ഉം BJP-യും ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.
സൗദി എയർലൈൻസ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തും. ജക്കാർത്തയിൽ നിന്നും മനിലയിലേക്കുള്ള സൗദി എയർലൈൻസ് ആണ് അടിയന്തര ലാൻഡിംഗ് നടത്തുക. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരൻ അബോധാവസ്ഥയിലായതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ്. സൗദി A21B77W എന്ന വിമാനമാണ് ലാൻഡിങ്ങിന് അഭ്യർത്ഥിച്ചത്. വിമാനം ഉടൻ ലാൻഡ് ചെയ്യും. സാരംഗ് വിവരങ്ങൾ നൽകും. സാരംഗ്, ഈ യാത്രക്കാരൻ എവിടത്തുകാരനാണെന്നുള്ളതിൽ വ്യക്തതയുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ടോ എയർപോർട്ട് അതോറിറ്റിയിൽ നിന്ന്? എൽദോ, നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു യാത്രക്കാരൻ അബോധാവസ്ഥയിൽ അതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിങ്ങിന് ഈ സൗദി വിമാനം ആവശ്യപ്പെട്ടത്. നിലവിൽ ഈ വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. ഈ ഒരു യാത്രക്കാരനെ ഉടനെ അടിയന്തര മെഡിക്കൽ സഹായത്തിനായി ഇവിടെ നിന്നും എയർപോർട്ടിൽ നിന്നും മാറ്റിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഒരു ജക്കാർത്തയിൽ നിന്നും മനിലയിലേക്ക് പോകുന്ന ഈ സൗദി എയർലൈൻസിന്റെ B77W എന്ന വിമാനമാണ് ഇപ്പോൾ അടിയന്തരമായി ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു യാത്രക്കാരനുമായി ബന്ധപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് പെട്ടെന്നുണ്ടായ ഒരു ലാൻഡിംഗ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അടിസ്ഥാനത്തിൽ ഇപ്പോൾ യാത്രക്കാരനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണല്ലോ. ഈ വിമാനം തിരികെ പോയോ? അതായത് ഇദ്ദേഹത്തെ ഇറക്കി മറ്റ് യാത്രക്കാരുമായി ഉടൻ തന്നെ പറന്ന് നീങ്ങുമെന്നാണോ അറിയിച്ചിരിക്കുന്നത്? അത്തരത്തിലല്ല. ഇപ്പോൾ വിമാനം ഇവിടെ തന്നെ തുടരുകയാണ്. വീണ്ടും സെക്യൂരിറ്റി ക്ലിയറൻസും മറ്റും പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇവിടെ നിന്നും മറ്റ് യാത്രക്കാരുമായിട്ട് യാത്ര തിരിക്കുക. അത്ര ഉടനടി ലാൻഡ് ചെയ്ത് അപ്പോൾ തന്നെ തിരിച്ചു പറക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. കാരണം അന്താരാഷ്ട്ര വിമാനമാണ്. ഈ ഒരു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ യാത്രക്കാരെ കയറ്റുവാനും മറ്റും ഇല്ലാത്ത ഒരു വിമാന സർവീസാണ്. അതുകൊണ്ട് തന്നെ ഉടനടി തന്നെ യാത്രക്കാരുമായി തിരിച്ചു പോകില്ല. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇവിടെ നിന്നും മടങ്ങുക. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. സൗദി എയർലൈൻസ് അടിയന്തര ലാൻഡിംഗ് നടത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ. അതിൽ ഒരു യാത്രക്കാരന് അബോധാവസ്ഥയിലായ സാഹചര്യത്തിലാണ് ചികിത്സ സഹായത്തിനായിട്ടാണ് അഭ്യർത്ഥന നടത്തിയതും. ജക്കാർത്തയിൽ നിന്ന് മനിലയിലേക്കുള്ള യാത്രയിലായിരുന്നു ആ വിമാനം. ആ യാത്രക്കാരൻ എന്താണെങ്കിലും ഇപ്പോൾ ആ യാത്രക്കാരനെ അടിയന്തര ലാൻഡിംഗ് നടത്തി ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള വിവരമാണ് സാരംഗ് നൽകുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറി IT ജീവനക്കാരെ പീഡിപ്പിച്ച കേസിൽ ലോറി ഡ്രൈവർ കസ്റ്റഡിയിൽ. തമിഴ്നാട്ടുകാരനായിട്ടുള്ള ലോറി ഡ്രൈവറെയാണ് മധുരയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഹോസ്റ്റൽ മുറിക്കുള്ളിൽ കയറി 25-കാരിയായ IT ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചത്. കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട IT മേഖലകളിൽ ഒന്നായ കഴക്കൂട്ടത്താണ് വെള്ളിയാഴ്ച പുലർച്ചെ സംഭവം നടന്നത്. പുലർച്ചെ സ്വന്തം മുറിയിൽ കിടന്നുറങ്ങിയായിരുന്ന യുവതിയെ പ്രതി അതിക്രമിച്ച് കയറി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് യുവതി ബഹളം വെച്ചതോടുകൂടി ഇയാൾ ഇവിടെ നിന്നും കടന്നു കളഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ യുവതി കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് CCTVകളില്ലാത്തത് പോലീസിന് ആദ്യം പ്രതിസന്ധി ഉണ്ടായെങ്കിലും നഗരത്തിലെ അടക്കം CCTVകൾ പരിശോധിച്ച് പ്രതിയിലേക്ക് എത്താനുള്ള സൂചനകൾ തേടുകയായിരുന്നു പോലീസ്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി ലോറി ഡ്രൈവറാണ്. നിലവിൽ കഴക്കൂട്ടം ഭാഗത്ത് ഇത്തരത്തിലൊരു സംഭവം കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ്. കോവിഡിന് മുമ്പ് ഈ ഭാഗങ്ങളിൽ പിങ്ക് പോലീസിന്റെ കൃത്യമായ പെട്രോളിംഗ് ഉണ്ടായിരുന്നെന്നും അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു പെട്രോളിംഗ് ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും ഇത്തരത്തിലുള്ള ടെക്കീസുകളുടെ അസോസിയേഷൻ പ്രതികരിച്ചു. ഇതുവരെയും മുൻപൊക്കെ ഇങ്ങനെ ഹരാസ്മെന്റുകൾ ഉണ്ടാകാറുണ്ട്. ഒന്നുകിൽ വഴിയിൽ വെച്ചോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെയാണ്. പക്ഷേ ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടന്ന ഒരാളിനെ ആക്രമിച്ചത് പരിതാപകരമായ ഒരു സംഭവമാണ്. ഇതിൽ നമുക്ക് പറയാനുള്ളത് ഹോസ്റ്റലുകളുടെ നടത്തിപ്പ് ഒന്നുകൂടി ശ്രദ്ധിക്കണം. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ലൈസൻസ് ഉണ്ടോ, ഈ ഹോസ്റ്റലുകൾക്കെല്ലാം ലൈസൻസ് ഉണ്ടോ, പ്രോപ്പറായിട്ട് CCTV വർക്ക് ചെയ്യുന്നുണ്ടോ, വെറുതെ ഒരു ബിൽഡിംഗ് എടുത്തിട്ട് ഇവർക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരിടമായിട്ടാണ് പല സ്ഥലങ്ങളും മാറിയിട്ടുള്ളത്. അവിടെ ഒരു പ്രോപ്പറായിട്ടൊരു വാർഡനോ അല്ലെങ്കിൽ ഹോസ്റ്റലിന്റെ ഓണേഴ്സോ ആരും അവൈലബിൾ അല്ല. കുട്ടികൾ വരുന്നു പോകുന്നു. ഇവരവിടെ ഓഫീസിലെത്തിയോ അല്ലെങ്കിൽ വീക്കെൻഡിൽ വീട്ടിലെത്തിയോ എന്നൊന്നും ആരും അന്വേഷിക്കാറില്ല. അപ്പോൾ ഈ കേസിലും അങ്ങനെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത്. ഉത്തരേന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള നിരവധി പേർ ഇവിടെ IT ജോലികൾക്കായി ഇവിടെ എത്തുകയും ഇത്തരത്തിലുള്ള ഹോസ്റ്റലുകളിലും PGകളിലും താമസിക്കുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള യുവതികൾക്ക് നേരെ ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കാനും ഈ മേഖലയ്ക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഹോസ്റ്റലുകൾക്ക് കൃത്യമായ പെർമിഷൻ നൽകാനും അവിടെ കൃത്യമായ സെക്യൂരിറ്റിയും ഇങ്ങനെയുള്ള
CCTV അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നും പോലീസ് ഇപ്പോൾ കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ അടക്കം പല ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ കഴക്കൂട്ടം പോലെയുള്ള IT ഹബ്ബിൽ ജോലി ചെയ്യാനായി ഇവിടെ ഇത്തരം PGകളിൽ താമസിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള യുവതികൾക്കടക്കം ഭീഷണി ഉയർത്തുന്ന ഒരു സംഭവമാണിത്. ഇതോടനുബന്ധിച്ച് ഈ ഇത്തരത്തിലുള്ള PGകളിൽ CCTV സൗകര്യം ഒരുക്കണമെന്നും സെക്യൂരിറ്റികളെ അടക്കം നിയമിക്കണമെന്നും പോലീസ് ഇപ്പോൾ കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ ഇത്തരം പിങ്ക് പോലീസിന്റെ അടക്കമുള്ള കൂടുതൽ പെട്രോളിംഗ് ഏർപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. ക്യാമറാമാൻ സന്തോഷിനൊപ്പം സാരൻ സുധാകരൻ, News 18 തിരുവനന്തപുരം. എറണാകുളം കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തോക്കുമായെത്തിയ യുവാവ് പിടിയിൽ. ഡിവൈഎഫ്ഐ നേതാവ് വിദ്യാധരൻ കൊലക്കേസിലെ സാക്ഷിയായ ഉദയംപേരൂർ സ്വദേശി അജീഷാണ് നിരീശ്വരവാദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ തോക്കുമായെത്തിയത്. പ്രതികളിൽ നിന്ന് വധഭീഷണിയുള്ളതിനാൽ ലൈസൻസ് ഉള്ള തോക്കുമായിട്ടാണ് സ്ഥിരമായി സഞ്ചരിക്കുന്നതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. അജീഷിനെ പോലീസ് വിട്ടയച്ചു. തസ്ലീമ നസ്രിൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കേണ്ട പരിപാടിയിൽ അജീഷ് തോക്കുമായി എത്തിയതാണ് ആദ്യം പരിഭ്രാന്തി സൃഷ്ടിച്ചത്. സുരക്ഷാ പരിശോധനയ്ക്കിടയിലാണ് അജീഷിന്റെ പക്കൽ തോക്ക് കണ്ടെത്തിയത്. ഇഷ്യൂ എന്തായിരുന്നു വെച്ചാല് ഒരാൾ ഗൺ ഉപയോഗിച്ച് അകത്തേക്ക് കയറി. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അപ്പൊ തന്നെ പോലീസിന് ഇൻഫോം ചെയ്തു. പോലീസ് അത് CCTV പരിശോധിച്ച ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അയാളെ കസ്റ്റഡിയിലായതിനു ശേഷം പോലീസ് മൊത്തം ഒന്ന് ബോംബ് സ്ക്വാഡിനെ വെച്ച് പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങളത് എല്ലാവരും പുറത്തേക്കാക്കി. നിലവിൽ ഈ ഗണ്ണുമായിട്ട് അകത്ത് കയറിയ ആള് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മുൻകൂട്ടി രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, സ്പോട്ടിലും രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടാണ് കയറിയിട്ടുള്ളത്. പിന്നെ ടാഗൊക്കെ ഇട്ടിട്ടാണ് കയറിയിട്ടുള്ളത്. അത് നമ്മളെ സെക്യൂരിറ്റി ചെക്കപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു. ദേഹപരിശോധന ഒക്കെ നടത്തിയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇത് ഐഡന്റിഫൈ ചെയ്തിരുന്നു. പുള്ളി ലൈസൻസ് ഉള്ളതാന്ന് പറഞ്ഞ് പെട്ടെന്ന് അകത്തേക്ക് കയറുകയാണ് ചെയ്തത്. ഉടൻ തന്നെ പോലീസ് അജീഷിനെ കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് വിദ്യാധരൻ കൊലക്കേസിലെ സാക്ഷിയാണ് അജീഷ് എന്ന് പോലീസിന് മനസ്സിലായത്. പരിപാടിക്കെത്തിയതാണെന്നും ജീവന് ഭീഷണിയുള്ളതിനാലാണ് തോക്ക് സൂക്ഷിച്ചതെന്നും ഇയാൾ പറഞ്ഞു. തോക്കിന് ലൈസൻസ് ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പരിപാടി അല്പസമയം നിർത്തിവെച്ചുവെങ്കിലും പരിശോധനകൾക്ക് ശേഷം പുനരാരംഭിച്ചു. ഡിവൈഎഫ്ഐ നേതാവായിരുന്ന വിദ്യാധരനെ 2003 സെപ്റ്റംബർ 13 തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന സാക്ഷികളാണ് അജീഷും പിതാവും. കഞ്ചാവ് സംഘത്തിനെതിരെ പ്രതികരിച്ചതാണ് വിദ്യാധരന്റെ കൊലയിലേക്ക് നയിച്ചത്. പ്രതികളെക്കുറിച്ച് സൂചനകളൊന്നും ലഭിക്കാതിരുന്ന സമയത്താണ് തന്റെ കാസറ്റ് കടയിൽ ഒരു കല്യാണത്തിന്റെ വീഡിയോ കാസറ്റ് ലഭിച്ചത്. അതിൽ പ്രതി ഭക്ഷണം കഴിക്കുന്നത് അജീഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ദൃശ്യങ്ങൾ പോലീസിനും മാധ്യമങ്ങൾക്കും നൽകി. ഇതേ തുടർന്നാണ് വിദ്യാധരൻ വധക്കേസിലെ പ്രതി അറസ്റ്റിലായത്. സാക്ഷി പറഞ്ഞതിന് അജീഷിനെ അതിക്രൂരമായി ആക്രമിച്ചിരുന്നു. 41 വെട്ടേറ്റ അജീഷിന്റെ അതിജീവന കഥ അത്ഭുതപ്പെടുത്തുന്നതാണ്. വിദ്യാധരൻ കേസിലെ 1ാം പ്രതിയായിരുന്നു അജീഷിനെ ആക്രമിച്ച കേസിലെയും പ്രതി. ന്യൂസ് 18 കൊച്ചി. പുനഃസംഘടനയിൽ തഴയപ്പെട്ട ചാണ്ടി ഉമ്മനും അബിൻ വർക്കിയുമായുള്ള ഓർത്തഡോക്സ് സഭയുടെ സമ്മർദ്ദം തള്ളി കോൺഗ്രസ് നേതൃത്വം. സഭയുടെ തീരുമാനമനുസരിച്ചല്ല പുനഃസംഘടന നടക്കുകയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. അതേസമയം ഓർത്തഡോക്സുകാരായി ചാപ്പ കുത്തുന്നത് തിരിച്ചടിക്കുമോ എന്ന ആശങ്ക 2 നേതാക്കൾക്കുമുണ്ട്. പാർട്ടിയിലെ വളർച്ചയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഈ നീക്കത്തെ തുടക്കത്തിലെ തടയാനാണ് ചാണ്ടി ഉമ്മന്റെയും ശ്രമം. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒക്കെ മക്കൾ തന്നെ, അതിന് സംശയമൊന്നുമില്ല. ഈ സാമുദായിക കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാറുണ്ടോ ഭാരവാഹി? എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട്. കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അബിൻ വർക്കിക്ക് അവസരം നിഷേധിക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ തുടരുന്നതിനിടയിൽ KPCC പുനഃസംഘടനയിൽ ചാണ്ടി ഉമ്മന് കൃത്യമായ ഒരു പരിഗണന ലഭിക്കാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇതിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത്. തുടർന്ന് 2 മെത്രാപ്പൊലീത്തമാരാണ് ഈ 2 പേരും, അതായത് ചാണ്ടി ഉമ്മനും അബിൻ വർക്കിയും സഭയുടെ മക്കളാണ്, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് എന്ന തരത്തിൽ അവർക്കുള്ള പരിഗണന ലഭിക്കാതിരുന്നതിനുള്ള അമർഷം വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത്. അതിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ വരുന്നത്. KPCC അധ്യക്ഷൻ ഇങ്ങനെ സഭയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചല്ല
പാർട്ടിയുടെ പ്രവർത്തനമെന്ന് ഒരു വശത്ത് നിലപാട് പറയുമ്പോഴും ഇതുണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും എറണാകുളത്തും വലിയ സ്വാധീനമുള്ള ക്രൈസ്തവ സഭയാണ് ഓർത്തഡോക്സ് സഭ. അതുകൊണ്ട് തന്നെ അവരെ അത്തരത്തിൽ പ്രകോപിപ്പിച്ച് പിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി മഞ്ഞുരുക്കൽ ശ്രമങ്ങളുടെ ഭാഗമായി ചാണ്ടി ഉമ്മനും അബിൻ വർക്കിക്കും ദേശീയ തലത്തിൽ ഒരു പരിഗണന നൽകാനുള്ള കൂടിയാലോചനകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടലിലൂടെ ചാണ്ടിയെയും അബിനെയും അനുനയിപ്പിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ വിഷയത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള ചർച്ചകളും കൂടിയാലോചനകളും സജീവമായി പുരോഗമിക്കുകയാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. നടൻ അജ്മലിനെതിരെ വന്ന സെക്സ് ചാറ്റ് ആരോപണം അത് വ്യാജമെന്ന് പറയുകയാണ് നടൻ അജ്മൽ അമീർ. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിക്കും AI വോയിസിനും തൻ്റെ കരിയർ നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. സപ്പോർട്ട് ചെയ്ത പിന്തുണച്ച എല്ലാ സോഷ്യൽ മീഡിയയിലെ ജനങ്ങളോടും നന്ദിയും സ്നേഹവും അജ്മൽ അറിയിച്ചു. സർവൈവ് ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജ്മൽ അമീർ. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇതിലും വലിയ 2 ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവശക്തിന്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. 2-3 ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു വന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫെയിം ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളിട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് ഒരുപാട് റെസ്പെക്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഹരി, എന്തൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് വിശദീകരണമായി? ഏതോ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് നടൻ അജ്മൽ അമീർ ഒരു സെക്സ് ചാറ്റ് ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നത്. അതും പൂർണ്ണമായ ഒരു ഓഡിയോ ക്ലിപ്പ് ആയിരുന്നില്ല, പല പല ഭാഗങ്ങളിൽ നിന്നും കട്ട് ചെയ്തുകൊണ്ടാണ് നിന്നത്. ഇത് വളരെ വേഗത്തിൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലായി മാറുകയും നടൻ അജ്മൽ അമീറിന്റെ സെക്സ് ചാറ്റ് പുറത്തു വന്നു എന്നുള്ള രീതിയിൽ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും അതിനുശേഷം വന്ന പല കാര്യങ്ങളിലും ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ വിശദീകരണം ഉണ്ടായിരുന്നില്ല. നടൻ അജ്മൽ അമീർ കഴിഞ്ഞ 48 മണിക്കൂറായിട്ടൊന്നും പ്രതികരിച്ചതുമില്ല. ഇപ്പോഴാണ് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അജ്മൽ ഒരു വീഡിയോയുമായി രംഗത്തെത്തുന്നത്. ആ ഓഡിയോ ചാറ്റ് തന്റേതല്ല എന്ന് തന്നെയാണ് അജ്മൽ പ്രസ്താവിക്കുകയും ചെയ്തത്. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിക്കും ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള വോയിസ് കണ്ടന്റുകൾക്കും തന്റെ കരിയറിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. ഇതൊരു ഗൂഢശ്രമമാണെന്നും തന്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളത് മാത്രമാണ് ഈ ഓഡിയോ ക്ലിപ്പ് പരാമർശം എന്നതും ആണ് അജ്മൽ പറയുന്നത്. ഈ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിൽ നടൻ അജ്മൽ അമീർ ലൈംഗികപരമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുകയും ഈ പെൺകുട്ടിയെ മോശമായ രീതിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്ത ക്ലിപ്പുകളാണ് വന്നത്. അതിനുശേഷം ഇത് ഇൻസ്റ്റഗ്രാം പേജായ എന്റെ കാസറ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഈ ഓഡിയോ ക്ലിപ്പുകൾ ആദ്യമായി പുറം ലോകത്തെത്തുന്നത്. അതിന് പിന്നാലെയാണ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ നടൻ അജ്മൽ അമീറിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിശദീകരണമാണ് ഇപ്പോൾ അജ്മൽ നൽകുന്നത്. അജ്മലിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഇതൊരു AI ജനറേറ്റഡ് കണ്ടന്റ് ആണെന്നാണ് പറയുന്നത്. എന്നാൽ തന്നെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ തന്റെ കൂടെ നിന്ന് എല്ലാ ജനങ്ങൾക്കും പ്രേക്ഷകർക്കും നന്ദിയുണ്ട് എന്നത് അജ്മൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിമർശിച്ചവർക്ക് സമൂഹത്തിൽ ഇത്രയധികം സമൂഹത്തെ നന്നാക്കാൻ ഇത്രയധികം പെടാപ്പാട് പെടുകയാണവർ എന്നുള്ള കളിയാക്കലും അജ്മൽ അതിലൂടെ നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇത് AI ആണെന്നാണ് അജ്മൽ പറയുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ അജ്മൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുറത്തു വരികയും ചെയ്യുമ്പോഴേക്കും ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള കാരണങ്ങൾ കൃത്യമായിട്ട് കിട്ടേണ്ടതുണ്ട്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ കുറച്ചധികം ഈ കഴിഞ്ഞ 48 മണിക്കൂറുകളായി വളരെയധികം ടോക്കായി നിൽക്കുന്ന ഈ ഒരു ക്ലിപ്പും കൂടിയാണ് അജ്മലിന്റേത്. അജ്മൽ മലയാളത്തിൽ നിന്ന് പ്രണയഗാനം എന്ന സിനിമയിൽ നിന്ന് തുടങ്ങി മോഹൻലാലിന്റെ അനിയനായിട്ട് മാടമ്പി എന്ന സിനിമയിലൂടെ വന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വിജയ് ചിത്രമായ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ വിജയോടൊപ്പം ഒരു സുഹൃത്തായിട്ട് കൂടി അഭിനയിക്കുകയായിരുന്നു അജ്മൽ അമീർ. അതുകൊണ്ട് തന്നെ മലയാളികൾക്കും തമിഴ് ഓഡിയൻസിനും അജ്മൽ വളരെയധികം സുപരിചിതനാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടും വളരെ ഞെട്ടലോടും കൂടിയാണ് സിനിമാ പ്രേക്ഷകർ ഈ അജ്മലിന്റെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ആദ്യം പുറത്തു വന്നതിന് ശേഷം കണ്ടിരുന്നത്. ഇത് അത് അപ്പോൾ തന്നെ വിശ്വസിക്കാനും കുറച്ചധികം പാടുപെട്ടിരുന്നു. എന്നാൽ അജ്മലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞത് ഇത് അവരുടെ പ്രൈവസിയാണ്, അത് അവരുടേതായ പേഴ്സണൽ ലൈഫിന്റെ കാര്യമായിട്ടുള്ള ബന്ധപ്പെട്ടത് മാത്രമാണ്. അത് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് മുറിച്ചു കീറപ്പെടേണ്ട ആവശ്യമില്ല. വിവരങ്ങൾ നൽകിയത്. അജ്മൽ ആരോപണം നിഷേധിക്കുന്നു. കനത്ത മഴയിൽ ഇടുക്കിയിൽ മഴവെള്ളപ്പാച്ചിൽ. കുമളിയിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി. വെള്ളാരംകുന്നിൽ
റോഡിൽ പതിച്ച മൺകൂനയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രികൻ മരിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കിവിട്ടതോടെ പെരിയാറിന്റെ തീരമേഖലകളും ദുരിതത്തിലാണ്. പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസമായി രാത്രി മുഴുവൻ നിർത്താതെ മഴ പെയ്യുകയാണ് ഇടുക്കിയിൽ. മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മലയോര ജനതയെ ദിനംപ്രതി ആശങ്കയിലാഴ്ത്തുന്നു. കുമളിയിൽ ശനിയാഴ്ച രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കടകളിലും വീടുകളിലും വെള്ളം കയറി. 1-ാം മൈൽ, വലിയ കണ്ടം, മഹിമ റോഡ് തുടങ്ങിയ ഭാഗങ്ങളിലെ വീടുകളിലും കടകളിലുമാണ് വെള്ളം കയറിയത്. കുമളി ചെളിമടയ്ക്ക് സമീപം KK റോഡിൽ മരം കടപുഴകി വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി വെള്ളാരംകുന്നിൽ കനത്ത മഴയിൽ റോഡിലേക്ക് പതിച്ച മൺകൂനയിലേക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രികൻ മരിച്ചു. പറപ്പള്ളി വീട്ടിൽ തങ്കച്ചനാണ് മരിച്ചത്. ഡാമുകൾ നിറഞ്ഞു കവിഞ്ഞു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 139.5 അടിയിലേക്ക് ഉയർന്നു. നിലവിൽ 13 സ്പിൽവേ ഷട്ടറുകളിലൂടെ 10,178 ക്യൂസെക്സ് വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. കല്ലാർ, ഇരട്ടയാർ, മലങ്കര ഡാമുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിൽ റെഡ് അലർട്ടാണ്. ന്യൂസ് 18 ഇടുക്കി. വെടിക്കെട്ടുകാരുടെ നാടായ തിരുവനന്തപുരത്തെ നന്ദിയോട് ഗ്രാമത്തിൽ ദീപാവലി കച്ചവടം പൊടിപിടിക്കുകയാണ്. നാടനും ചൈനീസും ഉൾപ്പെടുന്ന പടക്കങ്ങൾ വാങ്ങാൻ വലിയ തിരക്കാണ്. കരിമരുന്നിന്റെ ഗന്ധമാണ് നന്ദിയോടിന്. പടക്ക നിർമ്മാണം ഉപജീവന മാർഗമാക്കിയ നിരവധി കുടുംബങ്ങൾ. ദീപാവലി എത്തിയാൽ ഇതാണ് നന്ദിയോടിന്റെ കാഴ്ച. നിരനിരയായി പടക്കക്കടകൾ, പടക്കം വാങ്ങാനെത്തുന്നവരുടെ തിരക്ക്, ആകെ ഉത്സവലഹരി. 100 രൂപയും കൊണ്ട് വരണവനും കൈ നിറയെ പടക്കമായിട്ട് പോവാം. അത് നല്ല കുറഞ്ഞ സാധനങ്ങളുമുണ്ട്, കൂടിയ സാധനങ്ങളുമുണ്ട്. ഇഷ്ടമുള്ള എല്ലാ കമ്പനിയുടെയും, ശിവാശിയിലുള്ള മുഴുവൻ കമ്പനികളുടെ സാധനങ്ങളും നമ്മളെ കടയിലുണ്ട്. കമ്പിത്തിരിയും മത്താപ്പും തറച്ചക്രവുമൊക്കെ അരങ്ങുവാഴുന്ന വിപണിയിൽ ഇത്തവണ പുതുതലമുറ പടക്കങ്ങളുടെ വേലിയേറ്റമാണ്. ഗിറ്റാറും ഗദയും മയിലും സിലിണ്ടറും എന്ന് വേണ്ട വെറൈറ്റികളുടെ ഘോഷയാത്ര. ഇതിനിടയിലും തീതുപ്പിപ്പൊട്ടാസ് തോക്കുകൾ പലവിധം. റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒന്നും ബാധിക്കാത്ത പടക്ക വിപണി ദീപാവലി തലേന്നും ഉഷാറാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊപ്പം രായരനെല്ലൂർ മലകയറ്റം ഭക്തിസാന്ദ്രമായി. നാറാണത്ത് ഭ്രാന്തന്റെ സ്മരണയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. വൻ സുരക്ഷാ സംവിധാനങ്ങളും നിയന്ത്രണങ്ങളും ഇത്തവണ പോലീസ് ഒരുക്കിയിരുന്നു. മഴയൊഴിഞ്ഞ് തെളിഞ്ഞ പ്രഭാതത്തിൽ വിശ്വാസത്തിന്റെ കൊടുമുടി താണ്ടാൻ ആയിരങ്ങളാണ് രായരനെല്ലൂർ മലയിലെത്തിയത്. നാറാണത്തു ഭ്രാന്തന് ദേവീദർശനം ലഭിച്ചെന്ന ഐതിഹ്യം പിന്തുടർന്നാണ് തുലാം 1 രായരനെല്ലൂർ മലകയറ്റം ഒരു അനുഷ്ഠാനമായി നടത്തിവരുന്നത്. പട്ടാമ്പി നടുവട്ടത്താണ് രായരനെല്ലൂർ മല സ്ഥിതി ചെയ്യുന്നത്. മലയുടെ തെക്ക് വശത്തെ ചെകുത്തായ കുന്നിൻ ചെരുവിലൂടെയും പടിഞ്ഞാറ് വശത്തെ കൽപ്പടവുകളിലൂടെയും വിശ്വാസികൾ മലമുകളിലെത്തി. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആബാലവൃദ്ധം ജനങ്ങളും ഇതിൽ പങ്കെടുത്തു. കാട്ടുപാതയിലൂടെ 500 മീറ്റർ ഉയരമുള്ള മല കയറിയെത്തുന്നത് നാറാണത്ത് ഭ്രാന്തന്റെ ഭീമൻ ശില്പത്തിന് മുന്നിലാണ്. ഭ്രാന്തന്റെ പ്രതിമ വണങ്ങി കാണിക്കയർപ്പിച്ചാണ് മലമുകളിലെ ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് വിശ്വാസികൾ മലയിറങ്ങിയത്. രായരനെല്ലൂർ മലയിലേക്ക് വലിയ ഉരുളൻ കല്ലുകൾ ഉരുട്ടിക്കയറ്റുന്നത് ഭ്രാന്തന്റെ ഇഷ്ടവിനോദങ്ങളിലൊന്നായിരുന്നു. കല്ലുരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തുലാം 1 മലമുകളിൽ നാറാണത്ത് ഭ്രാന്തന് ദേവീദർശനം ലഭിച്ചെന്നാണ് വിശ്വാസം. ഭ്രാന്തന് ദേവീദർശനം നൽകിയ ശേഷം ദേവി ഭൂമിയിലേക്ക് താണുപോയപ്പോഴുണ്ടായ കാൽപ്പാടിൽ വാൽക്കണ്ണാടി വെച്ചാണ് മലമുകളിലെ പൂജ. ഭക്തരെ നിയന്ത്രിക്കാൻ വൻ പോലീസ് സംഘവും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആരോഗ്യവകുപ്പും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും മലമുകളിലും അടിവാരത്തും സജീവമായി ഉണ്ടായിരുന്നു. ന്യൂസ് 18 പാലക്കാട്. ട്രെയിനിൽ ഭക്ഷണം നൽകിയ അലൂമിനിയം ഫോയിൽ കഴുകി വീണ്ടും ഭക്ഷണം നൽകി. ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസിലാണ് സംഭവം. യാത്രക്കാരൻ പുറത്തുവിട്ട ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. സംഭവം പുറത്തായതോടെ 2 IRCTC ജീവനക്കാരെ റെയിൽവേ സസ്പെൻഡ് ചെയ്തു. പ്രതിഷേധവുമായി കോൺഗ്രസും രംഗത്തെത്തി.
ട്രെയിൻ യാത്രക്കാരെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ട്രെയിനിൽ ഭക്ഷണം നൽകുന്ന അലുമിനിയം ഫോയിൽ കഴുകി വീണ്ടും യാത്രക്കാർക്ക് ഭക്ഷണം നൽകുന്നതായാണ് ആരോപണം. റെയിൽവേ ജീവനക്കാരൻ ഉപയോഗശേഷം കണ്ടെയ്നറുകൾ കഴുകുന്ന വീഡിയോ സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചു. ഈറോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസിലാണ് സംഭവം. റെയിൽവേ ക്യാന്റീൻ ജീവനക്കാരനോടൊപ്പം ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ് വാഷ് ബേസിനിൽ ഡിസ്പോസിബിൾ പാത്രങ്ങൾ കഴുകുന്നത്. ഇത് ഒരു യാത്രക്കാരൻ ഫോണിൽ പകർത്തുകയും ചെയ്തു. വൃത്തിയാക്കിയ പാത്രങ്ങൾ ജീവനക്കാരൻ വീണ്ടും ഉപയോഗിക്കാനായി അടുക്കി വെക്കുന്നതും വീഡിയോയിൽ കാണാം. ചോദ്യം ചെയ്ത യാത്രക്കാരനോട് തിരിച്ചയക്കാനാണ് നൽകുന്നതെന്നാണ് ജീവനക്കാരൻ വിശദീകരിച്ചത്. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതാണോ റെയിൽവേ മന്ത്രി നൽകുന്ന സൗകര്യങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് കോൺഗ്രസ് വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തു. പൊതുജനങ്ങളിൽ നിന്ന് ടിക്കറ്റുകൾക്ക് മുഴുവൻ ചാർജും ഈടാക്കുന്നു. നാണം തോന്നുന്നില്ലേ എന്നും അശ്വിനി വൈഷ്ണവിനോട് കോൺഗ്രസ് ചോദിച്ചു. സംഭവം വിവാദമായതോടെ 2 ജീവനക്കാരെ റെയിൽവേ സസ്പെൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്വർണ്ണ വെള്ളി നിരക്കുകൾ.